ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു കണ്ണൂർ സ്പെഷ്യൽ റെസിപ്പിയാണ്. കണ്ണൂർക്കാരുടെ സ്വന്തം ചെമ്മീൻ ചോറാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം. അപ്പോൾ വളരെ പെട്ടെന്ന് എങ്ങനെ ഒരു അടിപൊളി ചെമ്മീൻ ചോറ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ബിരിയാണിയുടെ ഒക്കെ ടേസ്റ്റ് വരുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെമ്മീനൊക്കെ മസാല തേച്ച് വെക്കണം. അപ്പോൾ ഞാനിതിനായിട്ട് എടുത്തിട്ടുള്ളത് വലിയ ചെമ്മീനാണ്. അതിലേക്ക് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം എന്നിവ ചേർത്ത് ഞാനിവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ ചോറ് തയ്യാറാക്കുന്ന അതേ പാനിൽ തന്നെയാണ് ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതും. അപ്പോൾ ഒറ്റ പാനിൽ തന്നെ നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാനും റൈസ് കുക്ക് ചെയ്യാനും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ പാനിലേക്ക് ഏകദേശം 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനൊക്കെ അതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചെമ്മീനൊക്കെ ഞാനൊന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് കുക്കായി കഴിഞ്ഞാൽ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. പെട്ടെന്ന് തന്നെ ഒരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ കുക്കായി കിട്ടും. അപ്പോൾ ചെമ്മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. ഈ ഓയിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിനി റൈസിനുള്ള മസാല ഒക്കെ തയ്യാറാക്കുന്നത്. ഇതിൽ തന്നെ തയ്യാറാക്കുമ്പോൾ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ നന്നായി റൈസിലും ഇറങ്ങും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓയിലിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഈ ഫ്രൈ ചെയ്ത ചെമ്മീനൊക്കെ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകി കുതിർത്താൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാനിവിടെ ചെറിയ ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയത്ത് നമുക്ക് അതിനുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ആ സെയിം ഓയിലിലേക്ക് ഒരു 2 കഷ്ണം കറുവപ്പട്ട, 4-5 ഏലക്ക, അതുപോലെ 4-5 ഗ്രാമ്പൂ എന്നിവ ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ ഇട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 വലിയ സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളിയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഈ മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. സവോളയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളക്, അതുപോലെ കുറച്ച് കറിവേപ്പില, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായി വാടി അതിൻ്റെ പകുതി ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. കളറൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഓവറായിട്ട് നന്നായി വാട്ടിയെടുക്കേണ്ട കാര്യമില്ല. ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള 2.5 തക്കാളി ഞാൻ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റായിട്ട് ഒന്ന് മെൽറ്റായി കിട്ടണം. നന്നായി ഉടഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ അധികം മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഇത്രയും തന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടുന്നത് വരെ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് തവി വെച്ച് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കണം. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരിയൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അരിയൊക്കെ ഈ മസാലയിൽ കിടന്നൊന്ന്
മിക്സ് ആകുമ്പോൾ നല്ല ഫ്ലേവറൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ റൈസ് പെട്ടെന്ന് തന്നെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ആവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന രീതിയിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അതിന് 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ എടുക്കുന്നത്. ഇപ്പോൾ അരി ഏകദേശം ഒക്കെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് 1 പിടി മല്ലിയിലയാണ്. അതുപോലെ തന്നെ 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ ചിരകിയത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. നമ്മൾ ഓൾറെഡി തിളച്ച വെള്ളമാണല്ലോ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. നമുക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 5 to 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഇത് അത്യാവശ്യം കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ചെമ്മീൻ ചോറ് എന്തായെന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് അരിയൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഇളക്കി കൊടുത്തിട്ടൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 75% ഒക്കെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ചോറൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം റൈസൊക്കെ മിക്സാക്കി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനൊക്കെ അതിലേക്ക് ഇട്ട് അതിൻ്റെ മുകളിലേക്കൊന്ന് നിരത്തി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും ചെറുതായി കട്ട് ചെയ്തിട്ട് ഈ റൈസിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ബിരിയാണിയുടെ ഒക്കെ അതേ ഫ്ലേവറിൽ വരുന്ന റൈസാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇനി ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. എന്നിട്ട് നല്ല സാലഡും പിക്കിളൊക്കെ സൈഡായിട്ട് നമുക്കിതിലേക്ക് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഈസി കണ്ണൂർ സ്പെഷ്യൽ ചെമ്മീൻ ചോറ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.